ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ആത്മജ്ഞാനം നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ നാം നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും അന്ധക്കരണത്തെയുമെല്ലാം ശുദ്ധമാക്കി വയ്ക്കേണ്ടതായുണ്ട്. ശുദ്ധമായ ഒരു മനസ്സിൽ മാത്രമായിരിക്കും ആത്മജ്ഞാനം ഉദയം ചെയ്യുക. കാരണം മനസ്സെന്നത് ഒരു തടാകം പോലെയാണ്. ആ തടാകത്തിൽ അഴുക്കാവുന്ന കലക്കമുണ്ടെങ്കിൽ ഇളക്കവും ഉണ്ടാകും. കലക്കവും ഇളക്കവും ഉണ്ടായാൽ അതിൽ ഛായ പ്രതിഫലിക്കുകയില്ല. അപ്രകാരം മനസ്സിൽ അശുദ്ധമായ കലക്കവും അതുപോലെ ഇളക്കമാകുന്ന അതിൻ്റെ സഞ്ചാരവും ഉണ്ടായാൽ അത്തരത്തിലുള്ള പ്രവണത മനസ്സിനുള്ളപ്പോൾ ആ മനസ്സിന് ഏകാഗ്രതയോ നിശ്ചലതയോ ഉണ്ടാവുകയില്ല. ഏകാഗ്രതയും നിശ്ചലതയും ഇല്ലെങ്കിൽ ആത്മജ്ഞാനം ആ മനസ്സിന് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. ആത്മാവിനെ സംബന്ധിച്ച അറിവിനാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ നാം ഗ്രഹിക്കേണ്ടതാണ്. അന്ധക്കരണങ്ങൾ ശുദ്ധമാക്കിയിടുകിൽ കർമ്മങ്ങൾ ശുദ്ധമായി നിഷ്കാമമായി വരും. ഏകാഗ്രതയാർന്ന ചിത്തമുണ്ടാവുകിൽ ചേരും ഉപാസന വേണ്ട പോൽ ശുദ്ധമായി. അന്ധക്കരണങ്ങൾ ശുദ്ധമാക്കിയിടുകിൽ. അന്ധക്കരണം എന്നാൽ അകത്തുള്ള ഉപകരണം. അതെന്താണ്? ഈ ശരീരത്തിൻ്റെ അകത്ത് 4 ഉപകരണങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ഈ ദേഹവും നമ്മുടെ വിഷയഗ്രഹണവും എല്ലാം നടക്കുന്നത്. അവ ഏതൊക്കെയാണ്? മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. മനസ്സെന്നാൽ എപ്പോഴും വസ്തുക്കളെക്കുറിച്ച് സങ്കല്പിച്ചു കൊണ്ടിരിക്കുന്നതാണ് മനസ്സ്. എന്നാൽ ബുദ്ധി എന്നാൽ ആ സങ്കല്പങ്ങൾ ഏതൊക്കെയാണെന്ന് ഉറപ്പിച്ചു തരുന്നതാണ് ബുദ്ധി. അഹങ്കാരം എന്നാൽ ഞാൻ ഇന്ന കഴിവുള്ള ആളാണ്, ഞാൻ മറ്റുള്ളവരെക്കാൾ കൂടുതൽ വ്യത്യസ്തനാണ്, ഇത്തരം തോന്നലുകളാണ് അഹങ്കാരം. ഈ മനസ്സിനെയും ബുദ്ധിയെയും അഹങ്കാരത്തെയും ഒരേപോലെ പ്രവർത്തിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ചിത്ത് എന്ന് പറയുന്നത്. ചിത്ത് എന്നാൽ മറ്റുള്ളവയെ ചൈതന്യവത്താക്കുന്നത്. മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്നത് ചിത്താണ്, ബുദ്ധിയെ പ്രവർത്തിപ്പിക്കുന്നതും ചിത്തമാണ്, അഹങ്കാരത്തിന് കൂട്ടുനിൽക്കുന്നതും ചിത്തം തന്നെയാണ്. ഇവ 4 ഇവ 4 പരസ്പര പൂരകങ്ങളാണ്. ഇവ 4 ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത്. ഈ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഈ 4 ചേരുന്നതിനാണ് അന്ധക്കരണം എന്ന് പറയുന്നത്. ഈ അന്ധക്കരണം ശുദ്ധമായിരിക്കണം. അന്ധക്കരണങ്ങൾ ശുദ്ധമാക്കിയിടുകിൽ കർമ്മങ്ങൾ ശുദ്ധമായി നിഷ്കാമമായി വരും. ഈ അന്ധക്കരണം മനസ്സും ബുദ്ധിയും അഹങ്കാരവും ചിത്തവും ശുദ്ധമാണെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന പ്രവർത്തികളും ശുദ്ധമായിരിക്കും. അന്ധക്കരണം കാപട്യമയമാണെങ്കിൽ, വഞ്ചന നിറഞ്ഞതാണെങ്കിൽ അവരുടെ പ്രവൃത്തിയും വഞ്ചനാത്മകമായിരിക്കും. നോക്കണേ, അന്ധക്കരണം ആണ് ബാക്കി ഈ കരണങ്ങളെ, അതായത് ശരീരത്തെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്നത്. അന്ധക്കരണങ്ങൾ ശുദ്ധമാക്കി കർമ്മങ്ങൾ ശുദ്ധമായി നിഷ്കാമമായി വരും. ഏകാഗ്രതയാർന്ന ചിത്തമുണ്ടാവുകിൽ ചേരും ഉപാസന വേണ്ട പോൽ ശുദ്ധമായി. അങ്ങനെ നമുക്ക് അന്ധക്കരണം ശുദ്ധമായാൽ നമ്മുടെ മനസ്സും ശുദ്ധമായി. മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ ഏകാഗ്രതയുണ്ടാകും. ഏകാഗ്രതയുണ്ടായാലോ ആ പരമസത്യം നമുക്ക് വേണ്ടതുപോലെ മനസ്സിലാക്കാൻ സാധിക്കും. ചേരും ഉപാസന വേണ്ട പോൽ ശുദ്ധമായി. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ആത്മാവിലേക്ക് അല്ലെങ്കിൽ ആത്മാവിനെ അറിയാൻ ഉതകുന്നവയായിരിക്കും. തൻ്റെ സ്വരൂപത്തെ അറിയാൻ ഉതകുന്നവയായിരിക്കും. ആത്മാവെന്ന് പറയുന്നത് ദൂരത്ത് മറ്റേതോ സ്ഥലത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒന്നല്ല. എന്നാൽ എന്തുകൊണ്ടത് പ്രകടമാകുന്നില്ല?
എന്തുകൊണ്ട് പ്രത്യക്ഷത്തിൽ അതിനറിയാൻ കഴിയുന്നില്ല? അതിനൊന്നാമത്തെ ഉത്തരം, അതിനെ അറിയാൻ പറ്റിയ ഉപകരണം അല്ല നമ്മുടെ ഇന്ദ്രിയങ്ങൾ. അതിനെ സൂചനയെ കാണിപ്പിച്ച് തരുന്ന ഉപകരണമാണ് ബുദ്ധി. ബുദ്ധിക്ക് അതിനെ സൂചന നൽകാൻ സാധിക്കും. എന്നാൽ ബുദ്ധിക്കും അതിനെ അറിയാൻ കഴിയില്ല. അതിനെ അറിയാനുള്ള ഉപാധിയാണ് ബുദ്ധി എന്ന് പറയുന്നത്. ആ ബുദ്ധി കൊണ്ട് മനസ്സിനെ വിഷയങ്ങളിലേക്ക് പോകുന്നതിനെ തടഞ്ഞ് ആത്മോന്മുഖമായി തിരിച്ചാൽ ആത്മാവിൻ്റെ സ്വരൂപം എന്താണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നതാണ്. അന്ധക്കരണങ്ങൾ ശുദ്ധമാക്കിയിടുകിൽ കർമ്മങ്ങൾ ശുദ്ധമായി നിഷ്കാമമായി വരും. കർമ്മങ്ങളൊക്കെ ശുദ്ധമാകും. അത് കാമന കൂടാതെ കർമ്മം ചെയ്യാനും നമുക്ക് സാധിക്കും. ഏകാഗ്രതയാർന്ന ചിത്തമുണ്ടാവുകിൽ ചേരും ഉപാസന വേണ്ട പോൽ ശുദ്ധമായി. ആ ശുദ്ധമായ അന്ധക്കരണം കൊണ്ട് നമ്മുടെ മനസ്സ് ഏകാഗ്രമാകും. ഏകാഗ്രമായാൽ നമുക്ക് ആത്മസ്വരൂപം എന്താണ് എന്ന് സ്വയമേവ വെളിവായി കിട്ടും. അത് വെളിവാക്കേണ്ടതല്ല, അത് വെളിവായി വരുന്നതാണ്. അതിന് തടസ്സങ്ങളാണ് നമ്മുടെ മറ്റ് സങ്കല്പങ്ങളെല്ലാം തന്നെ. അതിനാൽ ഈ സുഭാഷിത രത്നത്തെ നമ്മൾ വീണ്ടും വീണ്ടും മനനം ചെയ്ത് ഉറപ്പിക്കേണ്ടതാണ്. അന്ധക്കരണങ്ങൾ ശുദ്ധമാക്കിയിടുകിൽ കർമ്മങ്ങൾ ശുദ്ധമായി നിഷ്കാമമായി വരും. ഏകാഗ്രതയാർന്ന ചിത്തമുണ്ടാവുകിൽ ചേരും ഉപാസന വേണ്ട പോൽ ശുദ്ധമായി.